അപ്പുറത്തെ മുറുക്കാൻ കട എപ്പാ തുറക്കുക? അയാളുടെ മോൻ ഹോസ്പിറ്റലിലാണ്, 2 ആഴ്ചയായി കട തുറന്നിട്ട്. ഇവിടെ പാൻ പോലുള്ള വല്ലതും കിട്ടുമോ? ഞാൻ ഉപദേശിക്കാന്ന് കരുതണ്ട എൻ്റെ പൊന്നു സുഹൃത്തെ. ഇതുപോലുള്ള പാൻപറയ ഹാൻഡ്സൊക്കെ വെച്ചിട്ടാണ് ശ്രീധരൻ്റെ മകന് ക്യാൻസർ വന്നത്. എന്നാലും വല്ലാത്ത സങ്കടമായിപ്പോയില്ലേ ഇത്ര ചെറുപ്പത്തിലെ ക്യാൻസർ വരികയെന്ന് വെച്ചാൽ. ആഹാ, പടച്ചോൻ കാക്കട്ടെ, ഇല്ലാണ്ട് എന്താ ഇപ്പം പറയുക. ഈ നശിച്ച പുകവലി ഞാൻ നിർത്തുക മൂസക്ക. സാറേ, എൻ്റെ മോൻ. ഡോൺ വറി, പ്രാർത്ഥിക്ക്. മോളെ, മോള് ചെന്നാ ഫ്ലാസ്ക് എടുത്തു കൊണ്ടുവാ, ഞാൻ ചായ വാങ്ങിച്ചു വരാം. എൻ്റെ മോൾ ഇന്നൊന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊന്നും വേണ്ട അച്ഛാ. മോനെ. അച്ഛാ, ഡോക്ടർ എന്താ പറഞ്ഞേ? മരുന്നും ഗുളിയും ഒക്കെ കൃത്യമായി കൊടുത്താൽ രോഗം വേഗം ഭേദാവും. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഏട്ടാ, മാഷേ, എനിക്ക് ആകെ 2000 പോയുള്ളൂ. പക്ഷേ മറ്റുള്ളവർക്കും 10,000 കണക്കിനാണ് പോയത്. 10,000 പോയാലും 20,000 പോയാലും ചിട്ടിക്കമ്പിന് എത്ര പൊട്ടിയാലും ആൾക്കാർ പഠിക്കില്ല. ശ്രീയേട്ടാ, ഒരു MD. ഇതെന്താ 20, 30? പിന്നെയും കൂട്ടിയോ? ഇപ്പം വലിയ ഡിമാൻഡാ, സാധനം കിട്ടാനില്ലാന്ന്. നിരോധിച്ച സാധനമല്ല സിഗരറ്റാ, നിങ്ങൾക്ക് ഇതൊന്നും നിർത്തിക്കൂടെ? നിരോധിച്ചപ്പോഴാ ഡിമാൻഡ്. പണ്ട് 4 ഉറുപ്പ്യ, ഇപ്പം 10-50 കൊടുത്താൽ കിട്ടിയതാ. നല്ല ലാഭമാണ്. പോലീസ് പിടിച്ചാൽ 30-40 കൊണ്ട് ഊരാൻ പറ്റും. മാത്രമല്ല നമ്മുടെ നാട്ടിലെ കുട്ടികളല്ലേ നശിക്കുന്നത്. ആൾക്കാരിപ്പോൾ എന്തൊക്കെ ലഹരിയാണ് ഉപയോഗിക്കുന്നത്. ആൾക്കാരെ കാര്യം നമ്മളങ്ങനെ നോക്കണ്ട മാഷേ. മാഷേ, ഇതൊരു രഹസ്യ കച്ചവടം, നിങ്ങളിത് ആരോടും പറയണ്ട. ഞാനായിട്ട് ആരോടും പറയുന്നില്ല, ഞാൻ ആരെയും അറിയിക്കുന്നില്ല. വന്ന് ലഹരി ഉപയോഗിച്ച് മനുഷ്യന്മാർക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റാണ്ട് ഏതാ കുഴപ്പം. ഇനി ഈ നാട് നന്നാവില്ല. ഈശ്വര, മോളെ വൈകുന്നേരം ഇങ്ങ് എത്തിക്കാം. ഓ,
തുടങ്ങിയ രാവിലെ തന്നെ ചുണ്ടിനടി വെക്കല് ഒന്ന് നിർത്തണ്ടേ ഏട്ടാ. ആരും ശരിയല്ലടി. നീ നിന്റെ പണിയെടുത്തോ. ഇങ്ങനെ ചുണ്ടിനടിയിൽ ഓരോ സാധനങ്ങൾ വെച്ചാലേ ചുണ്ടങ്ങ് തുളഞ്ഞു പോവും. രാഘവ മാഷ് ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഏട്ടന്. ഞാനിത് വെക്കാൻ തുടങ്ങിയിട്ട് 10-15 കൊല്ലായി. പിന്നെ ആ മാഷ് ഒരു തത്വശാസ്ത്രം. ഓ, പറഞ്ഞാ കേൾക്കാതെ അനുഭവത്തിൽ പഠിച്ചോളും. പോടാ വൃത്തിയിട്ടോനെ. 30 റുപ്യ സാധനമാണ്. അതിന് 30 റുപ്യ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന രോഗം 30 ലക്ഷം റുപ്യ എടുത്താൽ തീരുക. രതീഷിന് എത്ര വേണമെങ്കിൽ ചവക്ക. ഓനോൻ്റെ അച്ഛൻ്റെ കടയിൽ നിന്ന് എടുക്കുന്ന കുറേ ദിവസം ഞാൻ സിഗരറ്റ് പറയണമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് വിൽക്കരുത്. ശ്രീധരേട്ടനോട് മറ്റു കാര്യമൊന്നുമില്ല. നല്ല ലാഭമുള്ള കച്ചവടമല്ലേ ഇത്. ലാഭം. ഹലോ, ആ അതെ അതെ അതെ. ഇല്ല, ഞാൻ ഇതാ പുറപ്പെട്ട് 10 മിനിറ്റ്. വാടാ. ആ ശരി. ഓ എന്നാ ശരി. ഗാന്ധിജി പോകുക. ശരി എന്നാ. വൈകിട്ട് കളിയായിക്കോ. പിന്നെ അങ്ങ് പഠിക്കൂ. കുറച്ച് മതി. ഏട്ടാ, കറിയിൽ ഉപ്പ് കൂടിയോ? ഏട്ടന് ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. വായിൽ എന്തോ എരിച്ചില്ലാന്നാ പറയുന്നത്. എന്താടാ പറ്റി? എന്താണെന്നറിയില്ല, 3-4 ദിവസമായിട്ട് ഭയങ്കര എരിച്ചില്. അത് വല്ല അലർജിയോ മറ്റോ ആയിരിക്കും. നമുക്ക് നരിദാസൻ ഡോക്ടറെ കാണിക്കാം. മോളെ, അച്ഛൻ്റെ കുപ്പായം എടുക്കാം. എന്താ എന്തോ പറ്റി? എന്താന്നേ? എന്തോ പറ്റി? പറ. എന്താ ഏട്ടാ? ഏട്ടാ, എന്റെ ദൈവമേ. അയ്യോ, പേടിക്കണ്ട. നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. ആ എങ്ങനെയുണ്ട് ഇപ്പോ? ഏട്ടാ, ധാരം വന്നിരിക്കുന്നേ നോക്കിയേ. രതീഷേ, എന്താ? ഏട്ടാ, 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 ഏട്ടാ. സ്നേഹിച്ചു കൊതിതീരും മുൻപേ മകൻ നഷ്ടപ്പെട്ട
അച്ഛൻ, സഹോദര വേർപാടിൽ വിങ്ങിപ്പൊട്ടുന്ന കൂടപ്പിറപ്പ്, ഹൃദയത്തിൽ ആളിക്കത്തുന്ന അഗ്നിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ എരിഞ്ഞടക്കുന്ന ഈ പിതാവിനെ സാക്ഷിയാക്കി ഒരു വാക്ക്: ഡോൺ ഗോ ടു ഡാർക്ക്നെസ്.